ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഐഷത്ത് എം. സെറിബ്രൽ പാൽസി കുട്ടികളെ ബാധിക്കുന്ന ചലന വൈകല്യങ്ങളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരു ചലന വൈകല്യമാണ് സെറിബ്രൽ പാൽസി. മസ്തിഷ്കത്തെ ബാധിക്കുന്ന തളർച്ച എന്നാണ് സെറിബ്രൽ പാൽസി എന്ന വാക്കിനർത്ഥം. ഇന്ത്യയിൽ 1000 കുട്ടികളിൽ ശരാശരി 2 അല്ലെങ്കിൽ 3 എന്ന കണക്കിൽ സെറിബ്രൽ പാൽസി കണ്ടുവരുന്നു. ഗർഭാവസ്ഥയിലോ ജനന സമയത്തോ ജനിച്ചതിനു ശേഷമോ ഉള്ള വിവിധ കാരണങ്ങളാൽ കുഞ്ഞിന്റെ തലച്ചോറിനെ പ്രതികൂലമായി ബാധിച്ച് അത് സെറിബ്രൽ പാൽസി എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഗർഭിണിക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അണുബാധകൾ, പനി, രക്താതിസമ്മർദ്ദം, രക്തസ്രാവം, പ്രമേഹം, ചില പ്രത്യേകതരം മരുന്നുകളുടെ ഉപയോഗം എന്നിവയും, ജനന സമയത്ത് കുഞ്ഞ് കരയാതിരിക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, മാസം തികയാതെ പ്രസവിക്കുക, കുഞ്ഞിന്റെ തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടാവുക തുടങ്ങിയവയും, ജനിച്ചതിനു ശേഷം കുട്ടിക്കുണ്ടാവുന്ന മഞ്ഞപ്പ് ക്രമാധികമായി വർദ്ധിക്കുക, മസ്തിഷ്ക ജ്വരം ഉണ്ടാവുക തുടങ്ങിയ കാരണങ്ങൾ എല്ലാം തന്നെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾക്ക് തകരാറുണ്ടാക്കുകയും അത് പലതരത്തിലുള്ള സെറിബ്രൽ പാൽസിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാലുകളെ മാത്രം ബാധിക്കുന്നതിനെ ഡൈപ്ലീജിക് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നു. പ്രധാനമായും മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഡൈപ്ലീജിക് സെറിബ്രൽ പാൽസി കാണുന്നത്. ശരീരത്തിന്റെ ഒരു വശത്തെ മാത്രം ബാധിക്കുന്നതിനെ ഹെമിപ്ലേജിക് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നു. മസ്തിഷ്കത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് ക്ഷതം സംഭവിക്കുമ്പോഴാണ് ഹെമിപ്ലേജിക് സെറിബ്രൽ പാൽസി ബാധിക്കുന്നത്. ശരീരത്തെ ആകമാനം ബാധിക്കുന്നതിനെ ക്വാഡ്രിപ്ലേജിക് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നു. തലച്ചോറിന്റെ എല്ലാ ഭാഗത്തിനും ക്ഷതമേൽക്കുമ്പോൾ ക്വാഡ്രിപ്ലേജിക് സെറിബ്രൽ പാൽസി സംഭവിക്കുന്നു. ശരീരത്തിലെ പേശികൾക്ക് അതിയായ ബലംപിടുത്തം അഥവാ സ്പാസ്റ്റിസിറ്റി ഉള്ള സെറിബ്രൽ പാൽസിയെ സ്പാസ്റ്റിക് സെറിബ്രൽ പാൽസി എന്നും, പേശികൾക്ക് അതിയായ അയവ് അഥവാ ഫ്ലാസിഡിറ്റി ഉള്ളതിനെ ഹൈപ്പോട്ടോണിക് സെറിബ്രൽ പാൽസി എന്നും പറയുന്നു. ജനിച്ചതിനു ശേഷം ക്രമാധികമായി മഞ്ഞപ്പ് വർദ്ധിച്ച് അത് തലച്ചോറിനെ ബാധിച്ചാൽ അത് കോറിയോഎത്തറ്റോയിഡ് എന്ന സെറിബ്രൽ പാൽസിയിലേക്ക് നയിക്കുന്നു. ഇത്തരം സെറിബ്രൽ പാൽസിയിൽ കുട്ടിയിൽ അനിയന്ത്രിതമായ ചേഷ്ടകൾ ഉണ്ടാവുന്നു. പേശികളുടെ ഡിസ്റ്റോണിയ എന്ന അവസ്ഥയാണ് ഇതിന് കാരണം. സെറിബ്രൽ പാൽസിയുടെ ലക്ഷണങ്ങൾ ജനിച്ചയുടനെ പ്രകടമാവണമെന്നില്ല. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, കയ്യിലെടുക്കുമ്പോൾ ബലക്കൂടുതൽ അഥവാ സ്റ്റിഫ്നെസ് ഉണ്ടാവുക, ഒരു കൈ കൂടുതലായി ഉപയോഗിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ നേരത്തെ പ്രകടമായേക്കാം. കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് അഥവാ വളർച്ചയുടെ നാഴികക്കല്ലുകളിൽ വരുന്ന പ്രകടമായ കാലതാമസം അഥവാ ഡെവലപ്മെന്റൽ ഡിലേ ആണ് സെറിബ്രൽ പാൽസിയുടെ പ്രധാന ലക്ഷണം. ഉദാഹരണമായി 3 മാസമായിട്ടും കഴുത്തുറയ്ക്കാതിരിക്കുക, 8 മാസമായിട്ടും തനിയെ എഴുന്നേറ്റ് ഇരിക്കാതിരിക്കുക, 9 മാസമായിട്ടും പിടിച്ചു നിൽക്കാതിരിക്കുക, 13 മാസമായിട്ടും തനിയെ നടക്കാതിരിക്കുക എന്നിങ്ങനെ. പേശികൾക്കുണ്ടാവുന്ന അമിതമായ ബലംപിടുത്തം അഥവാ സ്പാസ്റ്റിസിറ്റി, പേശികൾക്കുണ്ടാവുന്ന അമിതമായ അയവ് അഥവാ ഫ്ലാസിഡിറ്റി, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരശേഷിയിലുള്ള വൈകല്യം, കൂടാതെ അനുബന്ധമായി ഇടയ്ക്കിടയ്ക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരിക, മലബന്ധം, പോഷണക്കുറവ്, ബുദ്ധിമാന്ദ്യം, അപസ്മാരം, ഉറക്കക്കുറവ്, കാഴ്ചയ്ക്കും കേൾവിക്കുമുള്ള തകരാറുകൾ തുടങ്ങിയവയും സെറിബ്രൽ പാൽസിയുടെ ലക്ഷണങ്ങളാണ്. തലച്ചോറിനേറ്റ ക്ഷതത്തിന്റെ സ്ഥാനവും കാഠിന്യവും അനുസരിച്ചാണ് സെറിബ്രൽ പാൽസിയുടെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത്. സെറിബ്രൽ പാൽസി എന്ന രോഗാവസ്ഥയ്ക്കുള്ള ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, മസ്തിഷ്കത്തിലേക്കുള്ള രക്തസഞ്ചാരം ത്വരിതപ്പെടുത്തി മൃതകോശങ്ങളെ ഉത്തേജിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള മേധ്യമായ ഔഷധങ്ങൾ നൽകുന്നു. 2, ശോഷിച്ചും വരിഞ്ഞു മുറുകിയോ അയഞ്ഞോ ഇരിക്കുന്ന പേശികളിലേക്കും പ്രവർത്തനക്ഷമത കുറഞ്ഞ അസ്ഥിസന്ധികളിലേക്കും രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് അവയ്ക്ക് നേരിട്ട് പോഷണവും ബലവും നൽകുന്ന ചികിത്സാരീതികൾ ചെയ്തുവരുന്നു. ഇവയോടൊപ്പം ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നീ അനുബന്ധ ചികിത്സകളും വളരെ പ്രധാനപ്പെട്ടതാണ്. തലച്ചോറിന്റെ വളർച്ച ഏറ്റവും അധികം നടക്കുന്നത് ആദ്യത്തെ 2 മുതൽ 3 വയസ്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആയുർവേദ ചികിത്സയോടൊപ്പം ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഏർലി ഡെവലപ്മെന്റൽ തെറാപ്പി എന്നിവ കുട്ടിയുടെ ദൈനംദിന ജീവിതത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കുട്ടിയെ പ്രാപ്തമാക്കുകയാണ് ഈ ചികിത്സാരീതികളുടെ പരമമായ ലക്ഷ്യം. ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും.